കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന കലാജാഥയായ ഇന്ത്യ സ്റ്റോറി നാടകത്തിന് കായംകുളത്ത് സ്വീകരണം നൽകി. പുതുപ്പള്ളി വടക്കേ ആഞ്ഞിലിമൂട് വാവാസ് ഓഡിറ്റോറിയത്തിലാണ് സ്വീകരണം നൽകിയത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കലാജാഥ ഇന്ത്യ സ്റ്റോറിക്ക് കായംകുളത്ത് സ്വീകരണം നൽകി. ഇതിന് നേതൃത്വം കൊടുക്കുന്ന മധുവരവും ജാഥ ക്യാപ്റ്റൻ, വൈസ് ക്യാപ്റ്റൻ ദേവിക ഇവരുടെ നേതൃത്വത്തിലുള്ള നാടക സംഘമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. കുറച്ച് ദിവസമായി ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപറ്റം പരിഷത്തിന്റെ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഭാരവാഹികൾ നല്ല പ്രവർത്തനങ്ങൾ നടത്തി വരികയായിരുന്നു. ഇതിന്റെ ഭാഗമായി ഒരു സെമിനാർ കഴിഞ്ഞ റിപ്പബ്ലിക് ഡേയിൽ നമ്മൾ നടത്തുകയുണ്ടായി. നല്ല പങ്കാളിത്തമായിരുന്നു. അങ്ങനെ നല്ല തരത്തിൽ ഒരു ജനങ്ങളെ അറിയിച്ചുകൊണ്ടാണ് ഈ ജാഥയെ നമ്മൾ വരവേൽക്കുന്നത്. 3 ജില്ലകളിൽ പര്യടനം പൂർത്തീകരിച്ച് ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ്. ഫെബ്രുവരി മാസം 9-ാം തീയതി ഈ ജാഥ ആലപ്പുഴ ബീച്ചിൽ സമാപിക്കുന്നത്. ഇതുപോലെ കേരളത്തിൽ മറ്റു 2 ജാഥകൾ സഞ്ചരിച്ചിരുന്നു. ഒരു ജാഥ അവസാനിച്ചു. രണ്ടാമത്തെ ജാഥ 11-ാം തീയതി സമാപിക്കും. കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എക്കാലത്തും കലാജാഥകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. കലാജാഥയ്ക്ക് തുടക്കം കുറിച്ചിട്ട് 45 വർഷമാവുകയാണ്. 1980-ലാണ് ജനകീയ ദൃശ്യകലകളെ എങ്ങനെ ജനകീയ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കാം എന്നതിന്റെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശാസ്ത്ര കലാജാഥയ്ക്ക് രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ട് വിവിധ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് തന്നെ വ്യത്യസ്ത കലാജാഥകളും ഒക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു പൂർണ്ണ നാടകം എന്നുള്ള തരത്തിലേക്ക് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നത് ഗലീലിയ എന്ന് പറയുന്ന കലാജാഥയിലൂടെയാണ് നാടക രൂപത്തിലേക്ക് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ നാം എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇന്ത്യ സ്റ്റോറിയാണ്. ആ ഇന്ത്യ സ്റ്റോറി എന്നത് ആ പേരിൽ നിന്ന് തന്നെ എല്ലാവർക്കും ബോധ്യപ്പെടും. ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, പ്രത്യാഘാതങ്ങൾ ജനങ്ങളുമായി സംവദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കലാജാഥയുമായി ബന്ധപ്പെട്ടുള്ളത്. നമുക്കറിയാം, ഭരണഘടന വല്ലാതെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. ജനാധിപത്യം ഭരണകൂടത്തിന്റെയും കുത്തകളുടെയും കൺകെട്ട് വിദ്യയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ലിംഗനീതിയും തുല്യതയും അതേതരത്വവും വ്യവസ്ഥയും ഒന്നും ചോദ്യചിഹ്നമായി ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രതിസന്ധി ഇന്ന് കേരളത്തിൽ നിലനിൽക്കുമ്പോൾ ആ പ്രതിസന്ധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സുസ്ഥിര വികസനം സാധ്യമാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നവകേരള സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പെടാപ്പാട് പെടുന്ന നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ശാസ്ത്ര ചിന്തയോട് കൂടി തന്നെ ശാസ്ത്രബോധം ഉൾക്കൊള്ളുവാൻ കഴിയുന്ന തരത്തിലേക്ക് സുസ്ഥിര വികസനം എങ്ങനെയാണ് സാധ്യമാകേണ്ടത് എന്ന് നമ്മൾ ഈ കലാജാഥയിലൂടെ ലക്ഷ്യമിടുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന ഈ വർഷത്തെ കലാജാഥ ഇന്ത്യ സ്റ്റോറി നാടകം വെള്ളിയാഴ്ച വൈകുന്നേരം കായംകുളം മേഖലയിലെ ദേവികുളങ്ങര വാവാസ് ഓഡിറ്റോറിയത്തിൽ അവതരിപ്പിച്ചു. ഇന്ത്യയിലെ ജനാധിപത്യ ക്രമങ്ങളിലുണ്ടായ മാറ്റങ്ങളും പരിസ്ഥിതി വിഷയത്തിൽ കൈക്കൊള്ളുന്ന സമീപനങ്ങളും ശാസ്ത്ര സത്യങ്ങൾ തിരസ്കരിക്കുന്ന പുതിയ രീതിയും കലാപങ്ങളും എല്ലാം നാടകത്തിലൂടെ അവതരിപ്പിച്ചു. തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമ സംവിധാനം ചെയ്ത തെക്കൻ മേഖല കലാജാഥയാണ് കായംകുളത്ത് എത്തിയത്. അതുകൊണ്ടാണല്ലോ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്ന വേദികളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കുറവായിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ ആ മേഖലയിൽ ലിംഗസമത്വം നേടാൻ ഇനിയും 140 കൊല്ലം കാത്തിരിക്കേണ്ടി വരുമെന്നാണ് UN റിപ്പോർട്ടുകൾ പോലും പറയുന്നത്. നമ്മുടെ ലോകസഭയിൽ 543 പേരിൽ 78 പേർ മാത്രമാണ് സ്ത്രീകൾ. വെറും 14%. കേരള നിയമസഭയിൽ 140 പേരിൽ 12 പേർ മാത്രമാണ് സ്ത്രീകൾ. ഇതൊക്കെയാണ് കണക്കുകൾ. ഇതൊക്കെ തുറന്നെഴുതിയതിനാണ് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും ചേർന്ന് എന്നെ ആക്രമിച്ചത്. എന്റെ അഭിപ്രായം, തിരഞ്ഞെടുക്കപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ സ്ത്രീകളുടെ നേതൃത്വം അത് നിർബന്ധമാക്കണം എന്നുള്ളതാണ്. നാടക അവതരണം കഴിഞ്ഞ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രേക്ഷകരിൽ നിന്ന് ആരാഞ്ഞു. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബുജാഷി, കലാജാഥ സ്വാഗത സംഘം ചെയർമാനും ദേവികുളങ്ങര പഞ്ചായത്ത് പ്രസിഡന്റുമായ എസ് പവനനാഥൻ, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ കൊപ്പാറത്ത്, മേഖലാ സെക്രട്ടറി നിസാർ പുന്നരത്ത്, പരിഷത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷീജ പ്രസന്നൻ, ഹരികുമാർ കൊട്ടാരം, ഗീതാ കൃഷ്ണൻ, ജാഫർ ഷെരീഫ്, ലത ദേവദാസ്, മേഖലാ ബാലവേദി പ്രസിഡന്റ് കുമാരി ഭാദിയ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, ദേവികുളങ്ങര.